സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണം ഏതൊക്കെ രീതിയിൽ ദൂർത്തടിക്കാമോ അതെല്ലാം തന്നെ ചെയ്യുന്നവരാണ് പിണറായി വിജയനും കൂട്ടരും. CPM ഭരിക്കുമ്പോൾ കുറ്റം ചെയ്യുന്നതും അന്വേഷിക്കുന്നതും ശിക്ഷ വിധിക്കുന്നതും ഒക്കെ അവർ തന്നെയാണ് എന്നുള്ളത് പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പോലീസും കോടതിയും ഒക്കെ പാർട്ടി നിയമത്തിന് പുറത്തു മാത്രം. പ്രതിപക്ഷം എന്തൊക്കെ തെളിവുകൾ ഉയർത്തിക്കാട്ടിയാലും പാർട്ടി അന്വേഷണവും മെഴുകലും കണ്ടെത്തലുകളും അന്തിമമാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ കോടതി കയറി ഇറങ്ങുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് പിണറായി ഭക്തർക്ക് വേണ്ടി കോടികൾ സുപ്രീം കോടതി വക്കീലന്മാർക്ക് ഫീസായി കൊടുത്ത് ന്യായമല്ലാത്ത കാര്യങ്ങൾക്ക് കേസിന് പോകാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. എല്ലാ കേസുകളും 8 നിലയിൽ തോറ്റിട്ടും കോടികൾ നഷ്ടപ്പെട്ടിട്ടും ഒരു കൂസലുമില്ലാതെ നാണക്കേടുമില്ലാതെ ഇഷ്ടക്കാർക്ക് വേണ്ടി അടുത്ത കുതന്ത്രം മെനയുന്ന സർക്കാർ സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ നടത്തുന്നത്? അപകടകരമായ ഇത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു മാധ്യമങ്ങളും മാപ്പറകളും തുനിയുന്നില്ല എന്നതും ആശ്ചര്യപ്പെടുത്തുന്നു. സർക്കാർ ഈയിടെ സുപ്രീം കോടതിയിൽ പോയി എതിർ കക്ഷികൾക്ക് അനുകൂല വിധി വാങ്ങിക്കൊടുത്ത കേസുകൾ ഒരുപാടാണുള്ളത്. തോൽക്കാൻ വേണ്ടി കേസ് വാദിക്കുന്ന വക്കീലന്മാരും അതിന് കൂട്ടുപിടിച്ച് ജനങ്ങളെ ഇല്ലാതെയാക്കുന്ന പിണറായിയും ഇത്തരം കേസുകൾക്ക് വേണ്ടി ഖജനാവ് കാലിയാക്കുകയാണ്. സർക്കാർ ഈയിടെ സുപ്രീം കോടതിയിൽ പോയി എതിർ കക്ഷികൾക്ക് അനുകൂല വിധി വാങ്ങിക്കൊടുത്ത കേസുകളിൽ ചിലത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് മുസ്ലിം ലീഗിലെ KM ഷാജി കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ച വിഷയത്തിൽ ഹൈക്കോടതി തള്ളിയ കേസ് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്ത് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ കേസാണ്. രണ്ടാമത്തേത് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കേസാണത്. പിന്നെയുള്ളത് അന്തരിച്ച ചെങ്ങന്നൂർ MLA മകന് ആശ്രിത നിയമനം നടത്തിയ കേസിൽ സുപ്രീം കോടതി സർക്കാരിന്റെ അപ്പീൽ തള്ളിയത്. ഇപ്പോൾ മലങ്കര സഭാ കേസിൽ 6 പള്ളികളിൽ വിധി നടപ്പാക്കുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി പണി മേടിച്ചത്. അങ്ങനെ എത്രയെത്ര കേസുകൾ, അപ്പീലുകൾ ഗവർണർക്കെതിരെ ആയാലും കേന്ദ്ര സർക്കാരിനെതിരെ ആയാലും സുപ്രീം കോടതിയിൽ കോടികൾ മുടക്കി വക്കീലന്മാരെ കൊണ്ടുവന്ന് വാദിക്കും. ഇതിനോടകം എത്രയോ കോടികൾ സുപ്രീം കോടതി വക്കീലന്മാരുടെ ഫീസായി മാറിയിട്ടുണ്ടാകും. ഇതെല്ലാം സാധാരണ ജനങ്ങളുടെ കാശല്ലേ? എന്തൊക്കെ വന്നാലും കേളൻ കുലുങ്ങിയാലും പാലവും കുലുങ്ങില്ല, കപ്പിത്താനും കുലുങ്ങുകയില്ല. കാരണം കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി എന്നതല്ലേ ഇപ്പോഴത്തെ സർക്കാരിന്റെ നയമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല.